അപ്പൊ എല്ലാ മിടുക്കന്മാരും മിടുക്ക കുട്ടികളും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തോ. അപ്പൊ പരീക്ഷയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് അല്ലേ? നിങ്ങളൊക്കെ നന്നായിട്ട് പരീക്ഷ എഴുതുന്നുണ്ടോ? യെസ്. അപ്പോ ടീച്ചർ പറഞ്ഞതുപോലെ എല്ലാവരും പെൻസിലും റബ്ബറും നിങ്ങൾക്ക് വേണ്ട അല്ലെ? എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് കളർ പെൻസിലൊന്നും എടുക്കാൻ മറന്നു പോണ്ട അല്ലെ? നല്ല അടിപൊളിയായിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ടീച്ചർ ഇന്നും അല്ലെ ഒരു കുട്ടി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്താ ഇന്നത്തെ വീഡിയോ ഒന്ന് നോക്കാം അല്ലെ? നോക്കിക്കേ, എന്താ നിങ്ങൾ ഇന്നത്തെ ചിത്രത്തിൽ കാണുന്നത്? നോക്കിക്കേ, കുറെ മീനുകളെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ? എത്ര മീനുകളാണല്ലേ ഉള്ളത്? എല്ലാ മീനും എന്താണ്? ഓരോ നിറങ്ങളിലാണ് ഉള്ളത്, ഓരോരോ രൂപത്തിലാണല്ലേ ഉള്ളത്. നോക്കിക്കേ, ഈ മീൻ എന്താണ്? കുറച്ച് വലിയ മീനാണല്ലേ? ഈ മീനെ നോക്കിക്കേ നിങ്ങൾ. ഈ ഒരു കുട്ടി മീനെ നോക്കിക്കേ, എന്തൊരു കുഞ്ഞൻ മീനാണല്ലേ? യെസ്. നോക്കിക്കേ, വേറൊരു മീനെ നോക്കിക്കേ, ഇതും വളരെ ചെറുതാണല്ലേ? ഇതും എന്താണ്? വളരെ ചെറിയ മീനുകളാണ്. എന്നാൽ ഇതിൽ വലിയ മീനുകളും ഇല്ലേ? നോക്കിക്കേ, ഇതൊരു വലിയ മീൻ, ഇതൊരു വലിയ മീൻ അല്ലെ? ഇതും വലിയ മീനാണ്, ഇതും വലിയ മീനാണ്. അപ്പോ ഇന്ന് മക്കളോട് ടീച്ചർ ചോദിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, മീനുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാൻ അറിയാമെന്നാണ് ടീച്ചർ ആദ്യം ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാരും മീനിനെ കണ്ടിട്ടില്ലേ? യെസ്. ആരൊക്കെയാണ് ഇതിൽ മീനിനെ വളർത്തുന്നത്? യെസ്. എത്ര ആളുകൾ മീനിനെ വളർത്താറുണ്ടല്ലേ? ചില ആളുകളെ വീട്ടില് അക്വേറിയത്തില് മീനിനെ വളർത്താറുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ കുളങ്ങളിൽ മീനിനെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും അല്ലെ, നിങ്ങൾ എല്ലാരും മീനിനെ കണ്ടിട്ടുണ്ടാവും. ചില ആളുകൾ മീനിനെ കഴിക്കാറുണ്ട് അല്ലെ? ഏകദേശം എല്ലാരും തന്നെ കഴിക്കാറുണ്ട് അല്ലെ? ചോറിന്റെ കൂടെയും അല്ലെ? ദോശയുടെ കൂടെയൊക്കെ ചിലപ്പോ നിങ്ങൾ മീനിനെ കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ മീനിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ? അപ്പൊ ചില മീനുകളെ നമ്മൾ കഴിക്കും, ചില മീനുകളെ നമ്മൾ വളർത്തും അല്ലെ? അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന മീനുകളെ നിങ്ങൾ നോക്കിക്കേ. ഇതിൽ ഏതെങ്കിലും മീനുകളെ നിങ്ങൾ അക്വേറിയത്തിൽ വളർത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ? മീനുകളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ടീച്ചറോടൊന്ന് പറഞ്ഞു തരാമോ നിങ്ങള്? മീനുകൾക്ക് അല്ലെ വെള്ളത്തിലൂടെ മാത്രമേ പോവാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ? മീൻ എങ്ങാനും നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെ, വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ മീൻ എന്ത് ചെയ്തു പോവും? ചത്തുപോവും അല്ലേടാ? മീന് ചത്തുപോവും. അപ്പൊ മീനിനെ കുറിച്ച് എന്തൊക്കെ നിങ്ങൾക്ക് എഴുതാം? നിങ്ങൾ ഒരു മീനാണെന്ന് വിചാരിക്കേ. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറയും അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ പറയും? നമുക്കൊന്ന് എഴുതി നോക്കാലോ അല്ലെ? എല്ലാരും പറഞ്ഞേ, എന്റെ പേര് മീൻ എന്നാണ് അല്ലെ? മീൻ എന്നാണ്. എന്താണ് പേര്? മീൻ എന്നാണ് എന്റെ പേര് അല്ലെ? മീനാണെന്ന് പറയല്ലോ. എനിക്ക് വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റും അല്ലെ? അത് ടീച്ചർ കുറച്ച് വലുതാക്കി എഴുതുന്നുണ്ട്. എനിക്ക് വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റും അല്ലെ? വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റും. വെള്ളത്തിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സഞ്ചരിക്കാൻ പറ്റും അല്ലെ? വെള്ളത്തിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. കരയിലൂടെ ആർക്കും സഞ്ചരിക്കാൻ പറ്റത്തില്ല. വെള്ളത്തിലൂടെ അല്ലെ? വെള്ളത്തിലൂടെ മാത്രമേ സഞ്ചരിക്കൂ. മീന് കരയിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളോട് ടീച്ചർ ഇങ്ങനെ ചോദിക്കുവാണ്, മീനിന്റെ വീട് എവിടെയാണെന്ന് പറയാമോ? എന്താ പറയേണ്ടത്? മീനിന്റെ വീട് എവിടെ? അപ്പൊ ടീച്ചർ എന്ത് ചെയ്യാ? ഇവിടെ 2 സ്ഥലങ്ങൾ കൊടുക്കുക അല്ലെ? ഒന്നാമത്തെ ബോക്സിൽ ടീച്ചർ എഴുതാൻ പോവാണ്. 2 ബോക്സ് ടീച്ചർ വരയ്ക്കാൻ പോവാണ്. 2 ബോക്സ് ടീച്ചർ വരച്ച് ഈ ബോക്സിന്റെ അകത്ത് ഒന്നാമത്തെ ബോക്സിൽ ടീച്ചർ എന്താ എഴുതാൻ വേണ്ടി പോകുന്നതെന്ന് അറിയാവോ നിങ്ങൾക്ക്? കടൽ. മീനിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോ നമുക്ക് കടൽ എന്ന് എഴുതാം അല്ലെ? കടൽ. രണ്ടാമത്തതിൽ ടീച്ചർ എന്താണെന്നറിയോ എഴുതാൻ വേണ്ടി പോകുന്നത്? മീനിന്റെ വീട് കാട്ട് എന്ന് ടീച്ചർ എഴുതുന്നുണ്ട് അല്ലെ? കാട് എന്ന് ടീച്ചർ എഴുതുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ ശരിയായതിന് നേരെ അല്ലെ, മീനിന്റെ വീട് എവിടെ എന്നുള്ള ചോദ്യത്തിന് ശരിയായതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിറം കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ശരി? മീനിന്റെ വീട് ഏതായിരിക്കും? മീനിന് കരയിൽ താമസിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ മീൻ ഒരിക്കലും എവിടെ ഉണ്ടാവത്തില്ല? കാട്ടിലുണ്ടാവത്തില്ല അല്ലെ? അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. അപ്പൊ ശരി ഏതാണ്? കടലല്ലേ? അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നിറം കൊടുക്കണം അല്ലെ? നിറം കൊടുക്കണം. ഇനി ഇതുപോലെ ഓരോരുത്തരുടെ വീട് എഴുതാൻ നിങ്ങളോട് ചോദിക്കും അല്ലെ? ഇനി നിങ്ങളോട് ചോദിക്കുവാണേ,
പക്ഷികളെ ചോദിക്കണം. കാക്കയുടെ വീട് എവിടെയാന്ന് ചോദിക്കുമ്പോ അല്ലെ, നിങ്ങൾക്ക് കാക്കക്കൂട് നിങ്ങൾ കണ്ടിട്ടില്ലേ, അവിടേക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, വഴി കാണിച്ചു കൊടുക്കാൻ. എന്നാൽ സിംഹത്തിന്റെ വീട് ചോദിച്ചാൽ എവിടെ എഴുതണം? അതൊരു ഗുഹയുടെ ഉള്ളിലായിരിക്കും അല്ലെ, ആ കാട്ടില് ഗുഹയുടെ ഉള്ളിലായിരിക്കും. സിംഹം കാട്ടിലല്ലേ ഉണ്ടാവുക, കടലിലല്ലല്ലോ. യെസ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ജീവികളും എവിടെയൊക്കെയാണ് താമസിക്കുന്നതെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറിയണം അല്ലെ. എങ്കിലേ 1ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്യുള്ളൂ, മിടുക്കന്മാരായിട്ട് മാറുകയുള്ളൂ. യെസ്, ഓക്കെ, റെഡിയാണോ? ഇനി ഇവിടെ നോക്കിക്കേ നിങ്ങള്, ഇവിടെ ഒരു തവളയെ കാണുന്നുണ്ട് അല്ലെ. തവള എന്താ പറയുന്നേ, എനിക്ക് വെള്ളത്തിലും ജീവിക്കാൻ പറ്റും, കരയിലും ജീവിക്കാൻ പറ്റും അല്ലെ. അപ്പൊ മീനിന് കരയിൽ ജീവിക്കാൻ പറ്റത്തില്ല, വെള്ളത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ മീനുകൾ എത്ര എണ്ണം ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കിയാലോ. 1 2 3 4 5 6 7 8 9 10 11 12 മീനുകളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എത്ര മീനാ അവിടെ ഉള്ളത്? 12 എണ്ണം. അപ്പൊ നാളെ അല്ലെ പരീക്ഷയ്ക്ക് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതത്തില്ലേ? യെസ്, അപ്പൊ എല്ലാരും എണ്ണാനും ഓരോ ജീവികളൊക്കെ എവിടെ താമസിക്കുന്നു എന്നും ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. ബൈ, സീ യു.